After a 2-month summer break, schools across Kerala reopened on Monday, marking the beginning of the 2025-26 academic year. The reopening saw familiar scenes of students returning to classrooms, with many schools organizing welcome programs to ease students back into the routine. In Kozhikode, the academic year was officially inaugurated at various schools, where students marked their first day on campus with cultural programs. ഒരാഴ്ചയിലും മേലെയായി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളും അതിന്റെ മുന്നേ തന്നെ സ്വാഗത സംഘം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലും പല രീതിയിലുള്ള ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കായിട്ട് ഒരുപാട് യോഗങ്ങളും അഭിപ്രായങ്ങളും എല്ലാവരുടെ അടുത്തുനിന്നും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ. In Thiruvananthapuram, schools welcomed students with songs and celebrations as the new academic year began. Many schools also reported a rise in fresh admissions this year. ഈ വർഷം പുതിയതായിട്ട് 50ഓളം കുട്ടികൾ LKG മുതൽ 4ാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ പുതിയതായി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നെയ്സറിയിലും നെയ്സറിയിൽ 32ഓളം കുട്ടികളും LP വിഭാഗത്തിൽ 18ഓളം കുട്ടികളും പുതിയതായിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. Parents were equally excited to drop off their children. എല്ലാ കുട്ടികളെയും എല്ലാ ഭാഗത്തുള്ള കുട്ടികളെ നമ്മൾ പരിചയപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ വികാസത്തിനും സർക്കാർ സ്കൂളാണ് ഏറ്റവും ബെസ്റ്റ്. തീർച്ചയായിട്ടും തോന്നുന്നു. ഞങ്ങൾ ഇവിടുത്തേരല്ല, ഞങ്ങൾ മലപ്പുറത്തുള്ളവരാണ്. ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ സ്കൂൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. The schools had closed in early April for the summer vacation following the completion of the previous academic year. Now, with classrooms buzzing once again, the focus shifts to settling in and starting the year on a strong note.